എല്ലാവർക്കും നമസ്കാരം. നാം നമ്മുടെ കേരളത്തെ അഭിസംബോധന ചെയ്യുന്ന സമയത്ത് വ്യത്യസ്തങ്ങളായ പദപ്രയോഗങ്ങൾ നടത്താറുണ്ട്. ഇങ്ങനെയൊക്കെ കേരളത്തെ വിശേഷിപ്പിക്കുവാൻ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് മഹത് വ്യക്തിത്വങ്ങളുണ്ട്. അവരെ ഓർക്കാതെ പോവുക എന്ന് പറഞ്ഞാൽ അത് ചരിത്രത്തോട് ചെയ്യുന്ന ഒരു നീതിയുമല്ല. ആ തരത്തിൽ ഈ സാംസ്കാരിക കേരളത്തെ, നവോത്ഥാന കേരളത്തെ പടുത്തുയർത്തിയ ഒരു മഹത് വ്യക്തിത്വമാണ് ആഗമാനന്ദ സ്വാമികൾ. പുറനാട്ടുകരയിലെ ശ്രീരാമകൃഷ്ണ മഠം, ആ ശ്രീരാമകൃഷ്ണ മഠത്തിൻ്റെ ബ്രാഞ്ചാണ് പൂങ്കുന്നത്തിൽ പ്രവർത്തിക്കുന്ന വിവേകാനന്ദ വിജ്ഞാന ഭവനം. ആ ഭവനത്തിൻ്റെ കാര്യദർശിയും ശ്രീരാമകൃഷ്ണ മഠപ്രസ്ഥാനങ്ങളുടെ മുഖപത്രമായിട്ടുള്ള പ്രബുദ്ധ കേരളം, ആ പ്രബുദ്ധ കേരളത്തിൻ്റെ ചീഫ് എഡിറ്ററായിട്ടുള്ള നന്ദാത്മജാനന്ദ സ്വാമിയാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. സ്വാമിജിയെ സ്നേഹപൂർവം ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. സ്വാമിജി, ആഗമാനന്ദ സ്വാമികളുടെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഏറ്റവും മോശമായിട്ടുള്ളൊരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തെ ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കാലഘട്ടം എന്ന് പറയുന്നത് ഒരു 1920-കളിലൊക്കെയാണ്. ആ കാലഘട്ടത്തെ നമ്മൾ എങ്ങനെയാണ് പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുക? ആഗമാനന്ദ സ്വാമികളെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതായ ഒരു പ്രധാനപ്പെട്ട കാര്യം, ആഗമാനന്ദ സ്വാമികൾ പ്രബുദ്ധ കേരളം മാസികയുടെ ചുമതലക്കാരനായിട്ട് കുറേ വർഷം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇത്തരത്തിലൊരു അഭിമുഖം നടത്തുമ്പോൾ അതൊരു നിയോഗമായിട്ട് ഞാൻ കരുതുകയാണ്. പ്രബുദ്ധ കേരളം എഡിറ്ററായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇത് വളരെയധികം പ്രസക്തമാണ് എന്ന് ഞാൻ കരുതുകയാണ്. അന്നത്തെ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ, പ്രത്യേകിച്ച് വിവേകാനന്ദ സ്വാമികളൊക്കെ കേരളത്തിൽ വന്നുപോയ ഒരു സമയം 1892 കാലഘട്ടങ്ങൾ. അതിനുശേഷം വിവേകാനന്ദ സ്വാമികൾ പരാമർശം നടത്തിയിട്ടുള്ള ഒരു കാര്യം, വിവേകാനന്ദ സ്വാമികൾ കേരളത്തെക്കുറിച്ച്, മലയാളക്കരയെക്കുറിച്ച് നിരവധി പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഭ്രാന്താലയം എന്ന് പറയുന്ന ഒരു പരാമർശം, അത് ആരും മറക്കാനിടയില്ല എന്നെനിക്ക് തോന്നുന്നു. അങ്ങനെ വരുമ്പോൾ വിവേകാനന്ദ സ്വാമികളുടെ ആ കാലഘട്ടത്തെക്കുറിച്ച് ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കും. വിവേകാനന്ദ സ്വാമികൾ ഇന്ത്യയിലുടനീളം സഞ്ചരിച്ച ശേഷം പറഞ്ഞു വെച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ അജ്ഞതയും പട്ടിണിയും രോഗവും മാത്രമായിരുന്നു. ആലോചിക്കുക, അജ്ഞത, പട്ടിണി, രോഗം, അതായിരുന്നു ഇന്ത്യയുടെ ഒരു പൊതുവായ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. അതിൽ തന്നെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അന്ധവിശ്വാസങ്ങളിൽ കഴിയുന്നു, അനാചാരങ്ങളിൽ. അതേസമയം കുറച്ചൊക്കെ വിദ്യാഭ്യാസം നേടിയിട്ടുള്ള അഭ്യസ്ത വിദ്യർ, അവർ ബ്രിട്ടീഷുകാരെ അനുകരിച്ചുകൊണ്ട് പാശ്ചാത്യ അനുകരണത്തിന് വിധേയമായി. ഇങ്ങനൊരു സാഹചര്യമാണ് ഇന്ത്യയിൽ ഉടനീളം നിലനിന്നിരുന്നത്. അതിനെ പശ്ചാത്തലമാക്കിക്കൊണ്ട് മലയാളക്കരയെ ഒന്ന് വിലയിരുത്തുകയാണ് എങ്കിൽ ഇവിടെ അതിലും മോശമായിരുന്നു. പ്രത്യേകിച്ചും ജാതി വ്യവസ്ഥ, ചാതുർവർണ്ണ്യം ജാതി വ്യവസ്ഥയായിട്ട് രൂപപ്പെടുകയും വളരെയധികം മോശം അവസ്ഥയിലേക്ക് പോവുകയും ചെയ്ത ഒരു കാലഘട്ടം. സാധാരണക്കാർക്ക് വിദ്യാഭ്യാസമില്ല, അവർക്ക് മറ്റുള്ളവരോടൊപ്പം, പൊതുജനങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കാൻ പോലുമുള്ള സാഹചര്യമില്ല. അവർക്ക് പൊതു ഇടങ്ങളിൽ, സാധാരണ വഴികളിൽ കൂടി പോലും സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യമില്ല. ഇനിയും
ക്ഷേത്രങ്ങളാണെങ്കിൽ എത്രമാത്രം അന്യമാണെന്നുള്ള കാര്യം നമുക്ക് ഊഹിച്ചെടുക്കാൻ സാധിക്കും. ആ ഒരു സാഹചര്യത്തിലാണ് ഇതിനെയെല്ലാം മുതലെടുത്തുകൊണ്ട് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്നുള്ള നിലയിൽ മിഷണറിമാരുടെ മതപരിവർത്തന ശ്രമങ്ങൾ, ഈ ഒരു പശ്ചാത്തലം കേരളത്തിൽ നമുക്ക് കൃത്യമായിട്ട് അടയാളപ്പെടുത്തേണ്ടതുണ്ട്. എന്നിട്ട് വേണം ആഗമാനന്ദ സ്വാമികളുടെ സംഭാവനകളെപ്പറ്റി നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുള്ളത്. അന്നത്തെ കാലത്ത് തന്നെ ചട്ടമ്പി സ്വാമികളുടെയും ശ്രീനാരായണ ഗുരുദേവൻ്റെയും പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. 1888 അരുവിപ്പുറം ക്ഷേത്രപ്രതിഷ്ഠ നടന്നത്. അതിനു മുമ്പ് തന്നെ അയ്യാ വൈകുണ്ഠരുടെ വലിയൊരു പ്രവർത്തനം കന്യാകുമാരിയിൽ നിന്നും തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അതുപോലെ തന്നെ 1910 ശേഷം കേരളത്തിലേക്ക് കടന്നു വന്ന ശ്രീരാമകൃഷ്ണ വിവേകാനന്ദ സന്ദേശ പ്രചാരകനായിട്ടുള്ള ബംഗാളിൽ നിന്നും കടന്നു വന്ന ശ്രീമദ് നിർമ്മലാനന്ദ സ്വാമികൾ കേരളത്തിലുടനീളം വലിയൊരു പ്രവർത്തനം കാഴ്ചവെക്കുകയുണ്ടായി. അദ്ദേഹം ജന്മം കൊണ്ട് ബംഗാളിയായിരുന്നു. അദ്ദേഹത്തിന് മലയാള ഭാഷ അറിയില്ലായിരുന്നു. ഇംഗ്ലീഷ് ഭാഷ കൊണ്ട് ആണ് അദ്ദേഹത്തിന് ഇത്രയും പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടത്താൻ സാധിച്ചത്. അതിനെക്കുറിച്ചൊരു പഠനം തന്നെ നടത്തേണ്ടിയിരിക്കുന്നു എന്നെനിക്ക് തോന്നുന്നു. അദ്ദേഹം അമേരിക്കയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേരളത്തിലേക്ക് സന്ദേശ പ്രചരണങ്ങൾക്കായിട്ട് എത്തുന്നത്. നിർമ്മലാനന്ദ സ്വാമികളുടെ ആ ഒരു സാന്നിധ്യമാണ് ആഗമാനന്ദ സ്വാമികളെ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിലേക്ക് ആനയിച്ചത് എന്ന് പറയാൻ സാധിക്കും. 1914 ഹരിപ്പാട് ശ്രീരാമകൃഷ്ണാശ്രമത്തിൽ വെച്ചൊരു സമൂഹ പന്തിഭോജനം നടത്തുകയുണ്ടായി. സത്യത്തിൽ അതാണ് യഥാർത്ഥത്തിൽ ആദ്യത്തെ പന്തിഭോജനം എന്ന് 1914. അതിനുശേഷമാണ് സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ 1917 ചെറായിൽ വെച്ച്, അതാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. അതെ, മിശ്രഭോജനം എന്ന നിലയിൽ നമ്മൾ കരുതുന്നതും അടയാളപ്പെടുത്തുന്നതും ഒക്കെ അതിനെയാണ്. അതിനു മുമ്പും പല ശ്രമങ്ങളും നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അയ്യാ വൈകുണ്ഠരുടെ നേതൃത്വത്തിൽ കന്യാകുമാരിയിലൊക്കെ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ കൂടി ഈ നിർമ്മലാനന്ദ സ്വാമികളുടെ നേതൃത്വത്തിലാണ് എല്ലാവരെയും കൂട്ടിക്കൊണ്ടുള്ള എല്ലാ വിഭാഗം ജനങ്ങളുടെയും സാന്നിധ്യം രൂപപ്പെടുത്തിയ ഒരു യഥാർത്ഥ പന്തിഭോജനം അവിടെ നടക്കുന്നത്. ഈ ആഗമാനന്ദ സ്വാമികൾ നിർമ്മലാനന്ദ സ്വാമിയുടെ കയ്യിൽ നിന്നാണ് തോന്നുന്നു ഈ ശിഷ്യത്വം സ്വീകരിച്ചതല്ല. ഒരു വിവേകാനന്ദ സന്ദേശ പ്രചാരകനായിട്ട് നിർമ്മലാനന്ദ സ്വാമികൾ വന്നപ്പോൾ നിർമ്മലാനന്ദ സ്വാമികളുമായിട്ടാണ് ആദ്യം ആഗമാനന്ദ സ്വാമികൾ കണ്ടുമുട്ടുന്നത്. പിന്നീടാണ് ശ്രീമദ് ബ്രഹ്മാനന്ദ സ്വാമികളെ ആഗമാനന്ദ സ്വാമികൾ കാണുന്നത്. ബ്രഹ്മാനന്ദ സ്വാമികളാണ് ആഗമാനന്ദ സ്വാമികൾക്ക് ശിഷ്യത്വം നൽകിയത്. പറഞ്ഞു വരുന്നത് 1914 ഹരിപ്പാട് നടന്ന പന്തിഭോജനം, അത് കേരളത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട ഒരു പന്തിഭോജനമായിരുന്നു. അതായത് ഈ കേരളത്തിലുണ്ടായ അന്നത്തെ കാലത്ത് മലയാളക്കരയിലുണ്ടായിരുന്ന എല്ലാ വിഭാഗം ജനങ്ങളും അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത കൂടി. അല്ല, ഇത് നടക്കുന്നത് മറ്റേ മൃഗങ്ങൾ പോകാൻ അനുവാദമുള്ള സ്ഥലത്ത് കൂടെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയ്ക്ക് പോകാൻ അധികാരം ഉണ്ടായിരുന്നില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ഇത് നടക്കുന്നത്. അന്നത്തെ കാലം ഒന്ന് ചിന്തിക്കേണ്ടതാണ്. നിർമ്മലാനന്ദ സ്വാമികൾ എത്രമാത്രം എതിർപ്പുകൾ നേരിട്ടുകൊണ്ടാണ് ആ കാര്യം അവിടെ നിർവഹിച്ചത് എന്ന് ആലോചിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. സ്വാമിജിക്ക് മലയാള ഭാഷ അറിയില്ല, ഇംഗ്ലീഷ് ഭാഷ, ഹിന്ദി, സംസ്കൃതം, ഈ ഭാഷ ഉപയോഗിച്ചുകൊണ്ടാണ് സ്വാമിജി കേരളത്തിൽ പ്രവർത്തിക്കുകയുണ്ടായത്. ഏതാണ്ട് 30ഓളം ആശ്രമങ്ങൾ കേരളത്തിലുടനീളം അദ്ദേഹത്തിന് സ്ഥാപിക്കാൻ സാധിച്ചു. അതിൽ പ്രധാനപ്പെട്ട ആശ്രമമാണ് കേരളത്തിലെ ആദ്യ രാമകൃഷ്ണ ആശ്രമം എന്നുള്ള നിലയിൽ രൂപം കൊണ്ട ഹരിപ്പാട് ശ്രീരാമകൃഷ്ണ മഠം. അവിടെ വെച്ചാണ് ഈ പന്തിഭോജനം നടക്കുകയുണ്ടായത്. പിന്നെ നമ്മൾ ഈ സാമൂഹിക മാറ്റങ്ങൾ ഇവിടെ എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. ശ്രീനാരായണ ഗുരുദേവൻ്റെയും ചട്ടമ്പി സ്വാമികളുടെയും അയ്യാ വൈകുണ്ഠരുടെയും നേതൃത്വത്തിൽ
അങ്ങനെ ഒരു പ്രവർത്തനം നടക്കുകയുണ്ടായി. ആ പ്രവർത്തനങ്ങൾ അയ്യങ്കാളിയുടെയൊക്കെ പിന്തുടർച്ചയിൽ വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്നു. അവിടെ ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനങ്ങൾ ഉന്നത കുലജാതരായിട്ടുള്ള ആളുകളുടെ പിന്തുണ ഉറപ്പാക്കി എന്നുള്ളതാണ്. ഈ ആഗമാനന്ദ സ്വാമികളുടെ അത് എന്ന് നാഗമാനന്ദ സ്വാമികളുടെ സംഭാവന എന്നതിലുപരി നിർമ്മലാനന്ദ സ്വാമികൾ ആകർഷിച്ചത് അഭ്യസ്തവിദ്യരായിട്ടുള്ള വളരെ ഉയർന്ന വിദ്യാഭ്യാസം സിദ്ധിച്ചിട്ടുള്ള ഒരു വിഭാഗത്തെയായിരുന്നു. അപ്പം അവരിലൊരു മാറ്റം വരാതെ ഒരിക്കലും കേരളക്കരയിലൊരു മാറ്റം വരില്ല എന്നുള്ള കാര്യം വളരെ സ്പഷ്ടമാണ്. ആ മാറ്റത്തെ ഉറപ്പാക്കാൻ സാധിച്ചത് നിർമ്മലാനന്ദ സ്വാമികളുടെ കൃത്യമായ ഇടപെടലിലൂടെയാണ്. നിർമ്മലാനന്ദ സ്വാമികൾ ഇംഗ്ലീഷ് പരിജ്ഞാനം അങ്ങേയറ്റം ഉണ്ടായിരുന്നൊരു വ്യക്തിത്വമാണ്. മാത്രമല്ല അദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ആഗമാനന്ദ സ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ നിർമ്മലാനന്ദ സ്വാമിയുടെ വലിയ തരത്തിലുള്ള സ്വാധീനം നമുക്ക് കാണാൻ സാധിക്കും. ശരിക്കും നിർമ്മലാനന്ദ സ്വാമി എന്താണോ ആഗ്രഹിച്ച് അതിൻ്റെ ഒരു എന്താ പറയുക പ്രചാരകനായിട്ട് ആഗമാനന്ദ സ്വാമി മാറി. ശ്രീരാമകൃഷ്ണദേവൻ്റെ വലിയൊരു സന്ദേശമായിരുന്നു ഭക്തന്മാർക്ക് ജാതിയില്ല. ഭക്തന്മാരായി കഴിഞ്ഞാൽ അവിടെ ജാതിയോ ഒന്നും പ്രസക്തമല്ല. യഥാർത്ഥത്തിൽ സനാതന ധർമ്മത്തിൻ്റെ ഒരു അടിസ്ഥാന മൂല്യമായിട്ട് ഒരിക്കലും ജാതി വ്യവസ്ഥയൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. മറിച്ചാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഈ ചാതുർവർണ്ണ്യത്തിൽ അടിസ്ഥാനമായിട്ടുള്ള ചാതുർവർണ്ണ്യത്തെ കേന്ദ്രമാക്കിയുള്ള ഈ ജാതി വ്യവസ്ഥ എങ്ങനെ രൂപപ്പെട്ടു എന്നുള്ളതൊക്കെ പഠിക്കേണ്ട ഒരു വിഷയമാണ്. ആ സമയത്താണ് ഭക്തന്മാർക്ക് ജാതിയില്ല എന്നുള്ള വലിയ സന്ദേശം കേരളക്കരയാകെ ഉയർത്തിക്കൊണ്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നിർമ്മലാനന്ദ സ്വാമികളെ സഞ്ചരിക്കുകയുണ്ടായത്. ആ ഒരു പ്രവർത്തനത്തെയാണ് ആഗമാനന്ദ സ്വാമികൾ കാണുകയും പരിചയിക്കുകയും ഒക്കെ ചെയ്തത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഭക്തന്മാർക്ക് ജാതിയില്ല എന്ന് പറയുന്നതിനോട് ഏതാണ്ട് സാമാന്യം തോന്നിക്കുന്ന ഒരു പ്രയോഗമാണ് ആഗമാനന്ദ സ്വാമിയുടെ. അദ്ദേഹം സംസ്കൃത വിദ്യാഭ്യാസം പട്ടികജാതി വിഭാഗത്തിന് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ബ്രാഹ്മണർക്ക് സംസ്കൃത വിദ്യാഭ്യാസം പാടൂ എന്ന് പറഞ്ഞപ്പോൾ സംസ്കൃതം പഠിക്കുന്നതോടെ അയാളും ബ്രാഹ്മണനായിക്കോളും എന്നുള്ള ആഗമാനന്ദ സ്വാമിയുടെ പ്രയോഗം. ആഗമാനന്ദ സ്വാമികൾ വന്ന പശ്ചാത്തലം നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതുണ്ട്. ആഗമാനന്ദ സ്വാമികളുടെ അച്ഛൻ തൃശ്ശൂർ തെക്കേ മഠത്തിലെ ഒരു കാര്യക്കാരനായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പശ്ചാത്തലത്തിൽ നിന്നുമാണ് ഒരു അന്നത്തെ കാലത്ത് നമ്മൾ പറയുകയാണെങ്കിൽ അന്നത്തെ കാലത്തിൻ്റെ ഭാഷയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ആ ഒരു രീതിയിൽ മേൽത്തരത്തിലുള്ള ഒരു വിഭാഗത്തിൽ നിന്നും ആഗമാനന്ദ സ്വാമികൾ വരികയും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു എന്നുള്ള ആ പ്രധാനപ്പെട്ട കാര്യത്തെ നമ്മൾ ഇവിടെ കൃത്യമായിട്ട് വിലയിരുത്തേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഭക്തന്മാർക്ക് ജാതിയില്ല എന്നതിനോടൊപ്പം ആഗമാനന്ദ സ്വാമികൾ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആശയം നമ്മൾ സവർണരെ അല്ലെങ്കിൽ ഉയർന്നവരെ പിടിച്ച് താഴ്ത്തുക എന്നുള്ളത് ഒരിക്കലും ലക്ഷ്യമാവരുത്. മറിച്ച് ഉയർന്നവരോടൊപ്പം നമുക്ക് ഉയരാൻ സാധിക്കണം. ആ ഒരു അർത്ഥത്തിൽ ആ ഒരു രീതിയിൽ ആഗമാനന്ദ സ്വാമികൾ ഉയർത്തിയ പ്രധാനപ്പെട്ട ആശയം അവർണരെ കൂടി സവർണരാക്കുക. ഇതൊരു ക്രിയാത്മകമായ മാർഗമായിരുന്നു. ഇത്തരത്തിലുള്ളൊരു പശ്ചാത്തലത്തെ മുന്നിൽ വെച്ചുകൊണ്ട് വേണം നമ്മുടെ ചർച്ച പുരോഗമിക്കേണ്ടതായിട്ടുള്ളത്. ആഗമാനന്ദ സ്വാമിജിയെ പല പണ്ഡിതരും പല രീതിയിലാണ് അവതരിപ്പിച്ച് കണ്ടിരിക്കുന്നത്. ചിലർ അദ്ദേഹം ഒരു മതപ്രചാരകനാണ് എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. അതുപോലെ നവോത്ഥാന നായകനാണ് എന്ന് പറയാറുണ്ട്. വിദ്യാഭ്യാസ ചിന്തകനാണ് എന്ന് പറയാറുണ്ട്. സ്വാമിജി ഇതിൽ ഏതിലാണ് ആഗമാനന്ദ സ്വാമിജിയെ പെടുത്തി പറയുക? ആഗമാനന്ദ സ്വാമികളുടെ ജീവിതം ഒന്ന് വിലയിരുത്തുകയാണെങ്കിൽ അദ്ദേഹം ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു.
അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം മിക്കവാറും എല്ലാ മേഖലകളെയും സ്പർശിക്കുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള എല്ലാ വിശേഷണങ്ങളും അദ്ദേഹത്തിന് ചേരും എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള ഒരു വിലയിരുത്തൽ. സമയം അതെ. പക്ഷേ ആഗമാനന്ദ സ്വാമികൾ സ്വയം വിശേഷിപ്പിച്ചിരിക്കുന്നത് ഞാനൊരു ശ്രീരാമകൃഷ്ണദാസനാണ് എന്നാണ്. മാത്രമല്ല ആഗമാനന്ദ സ്വാമികൾ സ്വന്തം ജീവിത ദൗത്യമായിട്ട് ഏറ്റെടുത്തത് ശ്രീരാമകൃഷ്ണ വിവേകാനന്ദ ആശയങ്ങളെയാണ്. വിവേകാനന്ദ സ്വാമികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ചേർത്ത് നിർത്തുക എന്നുള്ളതാണ്. നഷ്ടപ്പെട്ട വ്യക്തിത്വം അവർക്ക് തിരിച്ചു കൊടുക്കാനുള്ള വലിയൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതായത് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് അവരുടെ നഷ്ടപ്പെട്ട വ്യക്തിത്വം തിരിച്ചു കൊടുക്കുക, ആ ഒരു വലിയ ഉത്തരവാദിത്വത്തെ 100% നിർവഹിച്ച ഒരു ജീവകാരുണ്യ പ്രവർത്തകനായിട്ട്, ഒരു സേവാപ്രവർത്തകനായിട്ട്, മനുഷ്യ സമുദായത്തെ സേവിച്ച ഒരു മഹാത്മാവായിട്ട് വേണം ആഗമാനന്ദ സ്വാമികളെ പ്രാഥമികമായിട്ട് വിലയിരുത്തുവാനായിട്ട്. അദ്ദേഹം കടന്നു വന്ന വഴികൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള എല്ലാ വിശേഷണങ്ങൾക്കും അവസരമേകുന്ന ഒന്നാണ്. അദ്ദേഹം വൈക്കം ക്ഷേത്രത്തിൽ വന്നിട്ടാണ് കേരളത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. അതിനുശേഷം കാലടിയെ കേന്ദ്രമാക്കിക്കൊണ്ട് വലിയൊരു പ്രവർത്തനം തുടങ്ങുന്നു. ഏതാണ്ട് 1936 കൂടിയാണ് അവിടുത്തെ ശ്രീരാമകൃഷ്ണ അദ്വൈതാശ്രമം ഔദ്യോഗികമായി തുടങ്ങുന്നത്. അതിനു മുമ്പ് തന്നെ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയിരുന്നു. അവിടം കേന്ദ്രമാക്കിക്കൊണ്ട് ഒരു സംസ്കൃത സ്കൂൾ സ്ഥാപിക്കുന്നു. പിന്നീട് ഹോസ്റ്റൽ, കുട്ടികൾക്ക് അഭയം കൊടുക്കാനുള്ള ഹോസ്റ്റൽ. അതിനുശേഷം ഒരു കോളേജ് സ്ഥാപിക്കുന്നു. ശങ്കരാചാര്യ സ്വാമികളുടെ പേരിൽ ഒരു കോളേജ് സ്ഥാപിക്കുന്നു. അതിനുശേഷം വൈദ്യശാലകൾ, അതായത് സാധാരണക്കാർക്ക് വൈദ്യസഹായം ഉറപ്പുവരുത്തുവാനുള്ള കേന്ദ്രങ്ങൾ, അതുപോലെ പ്രസിദ്ധീകരണശാലകൾ, പ്രത്യേകിച്ച് ശങ്കരാചാര്യ സ്വാമികളുടെ കൃതികളെ, വേദാന്ത കൃതികളെ മലയാള കരയ്ക്ക് ഇത്രയും സുപരിചിതനാക്കിയത് ആഗമാനന്ദ സ്വാമികളാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരു വശത്ത്, മറുവശത്ത് സന്ദേശപ്രചരണം കേരളത്തിലുടനീളം കൊണ്ടുവന്ന, അല്ലെങ്കിൽ കേരളത്തിലുടനീളം വ്യാപിച്ച ഒരു പ്രവർത്തനമായിരുന്നു അത്. കേവലം കാലടിയെ മാത്രം കേന്ദ്രമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനമായിരുന്നില്ല. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലും അദ്ദേഹം പ്രഭാഷണങ്ങൾ നടത്തുകയുണ്ടായി. പ്രഭാഷണങ്ങൾ ക്ഷേത്രങ്ങളിൽ മാത്രമല്ല, എവിടെയൊക്കെ മനുഷ്യർ ഒത്തുകൂടുന്നുണ്ടോ അവിടെയൊക്കെ ആഗമാനന്ദ സ്വാമികളുണ്ടായിരിക്കും. ക്ഷേത്രത്തിലൊക്കെ മതപ്രഭാഷണങ്ങൾ തുടങ്ങുന്നത് ആഗമാനന്ദ സ്വാമികളുടെ കാലത്തോടു കൂടിയാണ്. അതിനു മുമ്പ് ക്ഷേത്ര ഉത്സവങ്ങൾക്ക് വരെ മിഷണറിമാരാണ് പ്രഭാഷണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. ആ ഒരു സാഹചര്യത്തെ ഇത്തരത്തിൽ രൂപപ്പെടുത്തിയെടുത്തത്, ഇന്ന് കാണുന്ന രീതിയിൽ രൂപപ്പെടുത്തിയെടുത്തത് ആഗമാനന്ദ സ്വാമികളായിരുന്നു. മാത്രമല്ല, അവിടെ ഉത്സവങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങൾ നടത്തുമ്പോൾ അവിടെയുള്ള ആളുകൾക്ക് വിതരണം ചെയ്യാനായിട്ട് പുസ്തകങ്ങൾ വേണം, അല്ലെങ്കിൽ താൽക്കാലികമായ ഒരു പ്രവർത്തനം മാത്രമായി പോകും. അതിനുവേണ്ടി സ്വാമിജി ഒരു പ്രസിദ്ധീകരണശാല തുടങ്ങി. അതിൻ്റെയൊക്കെ പ്രൂഫ് റീഡിങ്ങും എഴുത്തും എല്ലാ കാര്യങ്ങളും സ്വാമിജി തന്നെ വേണം നിർവഹിക്കാൻ. ഇത് തലച്ചുമട്ടിൽ പോയി ആണ് പലപ്പോഴും ആദ്യകാലത്ത് ക്ഷേത്രങ്ങളിലൊക്കെ കൊണ്ടു നടന്ന് ഇത് കൊടുത്തിരുന്നത്. അതിനുശേഷം സ്വാമിജിക്കൊരു കാറുണ്ടായിരുന്നു. ഒരുപക്ഷെ കേരളക്കരയിൽ തന്നെ കുറച്ച് പേർക്ക് കാറുണ്ടായിരുന്നുള്ളൂ. ആ കാറ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എന്നും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പം എത്രമാത്രം അദ്ദേഹം അതിനുവേണ്ടി സമർപ്പിതനായിരുന്നു എന്നുള്ള കാര്യം
നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറുവശത്ത് നവോത്ഥാന ശ്രമങ്ങൾ, അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം മുതൽ തുടങ്ങിയ ഒരു പ്രവർത്തനമാണത്. 1928 ആഗമാനന്ദ സ്വാമികളുടെ നേതൃത്വത്തിൽ പുതുക്കാട്, തൃശ്ശൂർ പുതുക്കാട് ഒരു ശ്രീരാമകൃഷ്ണാശ്രമം സ്ഥാപിക്കുകയുണ്ടായി. അവിടെ സ്വാമിജി അന്നത്തെ നാട്ടിലുള്ള എല്ലാവർക്കും ക്ഷേത്രപ്രവേശനം അനുവദിക്കുകയുണ്ടായി. അത് എത്രമാത്രം കോളിളക്കം സൃഷ്ടിച്ചു എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. റോഡ് കൂടെ പോകാൻ അനുവാദമില്ലാത്ത കാലഘട്ടത്തിലാണ്. അതെ, അത് 1936 ക്ഷേത്രപ്രവേശന വിളംബരം വരുന്നത്. അവിടെയും വലിയൊരു ഇടപെടൽ. 1928 ഈ പുതുക്കാട് അത്തരത്തിലുള്ള ഒരു ക്ഷേത്രപ്രവേശനം എല്ലാവർക്കുമായിട്ട് തുറന്നു കൊടുക്കുക, ക്ഷേത്രപ്രവേശനം അനുവദിക്കുകയുണ്ടായത്. അതിനോടൊപ്പം തന്നെ അദ്ദേഹം ഒരു പന്തിഭോജനവും സംഘടിപ്പിക്കുകയുണ്ടായി. ഇത്തരത്തിലുള്ള പന്തിഭോജനങ്ങളിൽ പങ്കെടുത്ത ഒരു വ്യക്തിയായിരുന്നു ശിവഗിരി മഠാധിപതിയായി തീർന്ന, എനിക്ക് തോന്നുന്നത് സ്വരൂപാനന്ദ സ്വാമികൾ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു 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 പശ്ചാത്തലം നമ്മൾ ചിന്തിക്കുമ്പോൾ, അതിനു മുമ്പ് തന്നെ ആഗമാനന്ദ സ്വാമികളുടെ ചെറുപ്പകാലത്ത്, പ്രത്യേകിച്ച് 1935 കാലഘട്ടങ്ങളിൽ, 1925 കാലഘട്ടങ്ങളിൽ വൈക്കം സത്യാഗ്രഹ സമയത്ത് എപ്രകാരമാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി മാറിയത് എന്നും നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ നവോത്ഥാന ശ്രമങ്ങളിൽ അദ്ദേഹം തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലുള്ള ഒരു വലിയ സമൂഹത്തെ അദ്ദേഹം ബൗദ്ധികമായി രൂപപ്പെടുത്തുകയുണ്ടായി. അദ്ദേഹം ഒരു വിദ്യാഭ്യാസ വിചക്ഷണനായിരുന്നു. അതുപോലെ അതെ 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 ആ രീതിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു രീതിയിലും നമുക്ക് മാറ്റി നിർത്താൻ, ഒരു മേഖലയിൽ നിന്നും മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു വ്യക്തിത്വമായിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ. പട്ടികജാതി വിഭാഗത്തിൽ നിന്നൊക്കെ എൻജിനീയറും മറ്റൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്നിരുന്ന, പ്രത്യേകിച്ചും കാലടി ആശ്രമത്തിൽ അന്ന് ഉണ്ടായിരുന്ന ഹോസ്റ്റൽ, ആ സ്കൂളിൻ്റെ ഹോസ്റ്റൽ എല്ലാവർക്കും ഒരു അഭയകേന്ദ്രമായിരുന്നു. സ്വാമിജിയോട് ഒരു അഭയം ചോദിച്ചാൽ സ്വാമിജി നിഷേധിക്കില്ലായിരുന്നു. ആർക്ക് വേണമെങ്കിലും വിദ്യാഭ്യാസം കൊടുക്കാനുള്ള വലിയ ഒരു ആമനസ്കത, ഒരു കാരുണ്യം സ്വാമിജിയിലുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു വിദ്യ അന്വേഷിച്ച് വരുന്ന ഒരാളുടെ ആവശ്യവും അദ്ദേഹം നിഷേധിക്കില്ലായിരുന്നു. അതിനുവേണ്ടിയാണ് അദ്ദേഹം ഹോസ്റ്റൽ തുടങ്ങിയത്. അപ്പോൾ അത് പിന്നീട് വലിയൊരു അഭയകേന്ദ്രമായി മാറി. അവരെ പഠിപ്പിക്കാനുള്ള സ്കൂള്, കോളേജ്, ഇങ്ങനെ നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ അദ്ദേഹം ഒരു വിദ്യാഭ്യാസ വിചക്ഷണനാണെന്ന് കൂടി നമുക്ക് ചിന്തിക്കേണ്ടി വരും. കാരണം എന്തെന്നാൽ അദ്ദേഹം ഒരു പണ്ഡിതനായിരുന്നു. അതുപോലെ താർക്കികനായിരുന്നു. ഇങ്ങനെ നിരവധി വിശേഷണങ്ങൾ ചേരുന്ന ഒരു വ്യക്തിയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ അഭിരമിച്ചത് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ഇത്തവണത്തെ മഹാകുംഭമേളയ്ക്ക് കേരളത്തിൽ നിന്ന് ധാരാളം ആളുകൾ കേരളത്തിൽ നിന്ന് പങ്കെടുക്കുകയുണ്ടായി. അപ്പോൾ അതിൽ ഞാൻ പലരുമായിട്ട് സംസാരിച്ച സമയത്ത് വടക്കേ ഇന്ത്യക്കാർക്ക് മലയാളികളെ കാണുമ്പോൾ അവർക്ക് വളരെ ബഹുമാനമാണ്. അവർ ചോദിക്കുന്നത്, ശങ്കരൻ്റെ നാട്ടിൽ നിന്ന്, ശ്രീ ശങ്കരാചാര്യരുടെ നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ എന്നുള്ള രീതിയിലാണ് മലയാളികളെ അവർ കാണുന്നത്. പലപ്പോഴും ആഗമാനന്ദ സ്വാമികളെക്കുറിച്ച് പഠിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, ആ ഒരു മലയാളിക്ക് കിട്ടുന്ന ഒരു ബഹുമാനം ഇല്ലാതെയായി പോകുമായിരുന്നു ആഗമാനന്ദ സ്വാമി ഇല്ലായിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ശങ്കരഭൂമിയെ വിസ്മൃതിയിലാണ്ടുപോയ ആ ശങ്കരഭൂമിയെ വീണ്ടെടുക്കുന്നത് ആഗമാനന്ദ സ്വാമിയുടെ പരിശ്രമഫലമായിട്ടാണല്ലോ. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ കാലടിയിൽ കാണുന്ന ശങ്കരാചാര്യരുടെ പേരിലുള്ള യൂണിവേഴ്സിറ്റി, എന്തിന് പെരുമ്പാവൂരിനെയും തൃശ്ശൂരിനെയും യോജിപ്പിക്കുന്ന ആ കാലടി പാലത്തിൻ്റെ കാര്യത്തിൽ വരെ ആഗമാനന്ദ സ്വാമിജിയുടെ പരിശ്രമങ്ങളുണ്ടെന്ന് അറിയുന്നു. ആ വിഷയങ്ങളെക്കുറിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ
വിലയിരുത്തുക? ശങ്കരാചാര്യസ്വാമികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ലോകത്ത് സന്യാസം സ്വീകരിച്ചിട്ടുള്ള എല്ലാവരും ആചാര്യസ്ഥാനത്ത് ശങ്കരാചാര്യസ്വാമികളെ കാണും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ശങ്കരാചാര്യസ്വാമികൾ അദ്ദേഹം ഉയർത്തിവെച്ച ആ അദ്വൈത സന്ദേശം, അതിൻ്റെ പ്രസക്തി അത് ലോകമുള്ളിടത്തോളം കാലം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇപ്പോൾ തന്നെ ശങ്കരാചാര്യസ്വാമികൾ മുന്നോട്ട് വെച്ച ദശനാമി സമ്പ്രദായം, ആ സമ്പ്രദായത്തിൽപ്പെട്ടവരാണ് മിക്കവാറും ഇന്ത്യയിലുള്ള എല്ലാത്തരം സന്യാസിമാരും, മിക്കവാറും എല്ലാവരും തന്നെ എന്ന് പറയാൻ സാധിക്കും. കുറച്ചല്ലാത്തവരുണ്ട്. ഇപ്പോൾ കുംഭമേളയൊക്കെ നടക്കുമ്പോൾ നമുക്കിത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ത്യയിൽ ഉടനീളം എത്രയോ ലക്ഷക്കണക്കിന് സന്യാസിമാരുണ്ട് എന്നുള്ള കാര്യം നമുക്ക് കുംഭമേളയിൽ മനസ്സിലാവുന്നൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞു വന്നത്, മിക്കവാറും സന്യാസം സ്വീകരിച്ച എല്ലാവരും തന്നെ ശങ്കരാചാര്യസ്വാമികളോടുള്ള ഒരു ബഹുമാന്യത അവരുടെ മനസ്സിലുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതിപ്പോൾ മധ്വപരമ്പരയിലുള്ളവരൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ വിശിഷ്ടാദ്വൈത പരമ്പരയിലുള്ളവർക്കാണെങ്കിലും ഒക്കെ ഈ ഒരു ബഹുമാനം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഈ ഒരു സാഹചര്യത്തിലാണ് ആഗമാനന്ദ സ്വാമികൾ പറയുകയുണ്ടായത്, ശങ്കരാചാര്യസ്വാമികളുടെ ജന്മസ്ഥലമായിട്ടുള്ള കാലടിയെ കേന്ദ്രമാക്കിക്കൊണ്ട് വേണം കേരളക്കരയിൽ ഒരു വലിയ നവോത്ഥാനം രൂപപ്പെടുത്താൻ. ഈ ഒരു ആശയം കേരള സമൂഹത്തിന് മുമ്പിൽ അദ്ദേഹം വെക്കുകയുണ്ടായി. അവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, ശങ്കരാചാര്യസ്വാമികൾ മുന്നോട്ട് വെച്ച അദ്വൈത സന്ദേശം ഇന്ന് ആധുനിക ചിന്തകർ മുതൽ ശാസ്ത്രജ്ഞന്മാർ വരെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു ആശയമാണ് അദ്വൈത സന്ദേശം. പ്രത്യേകിച്ച് ക്വാണ്ടം മെക്കാനിക്സ്. ഈ അടുത്ത കാലത്തൊരു ശാസ്ത്രജ്ഞൻ പറയുകയുണ്ടായി, ഞാൻ ക്വാണ്ടം മെക്കാനിക്സ് പഠിക്കുമ്പോൾ ഞാൻ അദ്വൈത വേദാന്തത്തിൻ്റെ വിദ്യാർത്ഥിയാണോ എന്ന് സംശയിച്ചു പോകുന്നു. അപ്പോൾ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ആഗമന സ്വാമികൾ പറഞ്ഞത്, കേരളത്തിൻ്റെ ഉണർവ് സംഭവിക്കേണ്ടത് കാലടിയിൽ നിന്ന് വേണം, ശങ്കരാചാര്യസ്വാമികളുടെ ജന്മസ്ഥലത്ത് നിന്ന് വേണം. അപ്പോൾ നമ്മൾ അന്നത്തെ കാലത്ത് ഈ കാലടി എങ്ങനെ കിടന്നിരുന്നു എന്നും കൂടി ആലോചിക്കേണ്ടതുണ്ട്. അവിടെ ജി ശങ്കരക്കുറുപ്പിൻ്റെ ഭാഷയിൽ മഹാകവി ജി ശങ്കരക്കുറുപ്പ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. കുറേ പോർക്കുകൾ മേയുന്ന ചെളിക്കൂട്ടം, പന്നികൾ മേഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ചെളിയുള്ള ഒരവസ്ഥയുണ്ടല്ലോ, അതായിരുന്നു ചെളിക്കണ്ടം. ആ ഒരു അവസ്ഥയിലാണ് കേരളത്തിൻ്റെ അവസ്ഥ. മാത്രമല്ല, ശങ്കരാചാര്യസ്വാമികളുടെ നാമധേയത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരേ ഒരു സ്ഥാപനം ആ ക്ഷേത്രമാണ്, ജന്മഭൂമി ക്ഷേത്രമാണ്. അത് സ്ഥാപിക്കപ്പെട്ടത് 1910 അതിനു മുമ്പ് തന്നെ ഒരുപാട് പ്രായോഗിക പ്രശ്നങ്ങൾ ആ ജന്മഭൂമി സ്ഥാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാരണം കാലടി 3-4 കാലടികളുണ്ട് കേരളത്തിൽ. അപ്പോൾ ശങ്കരാചാര്യസ്വാമികളുടെ ജന്മസ്ഥലം എവിടെയാണ് എന്ന് അറിയാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലേക്ക് കേരളം മാറിയിരുന്നു എന്ന് ആലോചിക്കണം. പിന്നീട് ആണ് ഇത്തരത്തിൽ എറണാകുളം കാലടിയിലാണ് ശങ്കരാചാര്യസ്വാമികളുടെ ജന്മസ്ഥലം എന്ന് കണ്ടെത്തിയതും 1910 ഒരു ക്ഷേത്രം അവിടെ ഔദ്യോഗികമായിട്ട് നിലവിൽ വരികയും ചെയ്തത്. അപ്പോഴും ഈ സ്ഥാപനത്തിന്
കേരള സമൂഹവുമായിട്ടോ അല്ലെങ്കിൽ കാലടിയിലുള്ള ആളുകളുമായിട്ടോ യാതൊരു ബന്ധവുമില്ല. ആ സ്ഥാപനം അന്ന് നിലനിന്നിരുന്നത് കന്നഡ ബ്രാഹ്മിൺസിന് ഒത്തുചേരാനുള്ള ഒരു സ്ഥലം എന്നുള്ള നിലയിലാണ്. കേരള ബ്രാഹ്മണർക്ക് പോലും അങ്ങോട്ടേക്ക് പ്രവേശനം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ആഗമാനന്ദ സ്വാമികളുടെ കാലടിയിലേക്ക് ഉണ്ടായത്. അത് ആ രീതിയിൽ സംഭവിച്ചതിന് പിന്നിൽ, അതായത് ആഗമാനന്ദ സ്വാമികളുടെ കാലടിയിലേക്ക് വരാനും ഒരു കാരണമുണ്ട്. സ്വാമിജി കാശിയിൽ വെച്ച് വേദാന്തത്തിൽ ഉപരിപഠനം നടത്തിക്കൊണ്ടിരുന്ന ഒരു കാലത്ത് ഒരു സന്യാസി, ഞാൻ ശങ്കരാചാര്യരുടെ ജന്മഭൂമിയിൽ നിന്നാണ് വരുന്നത് എന്ന് ആഗമാനന്ദ സ്വാമികൾ പറഞ്ഞപ്പോൾ, നിങ്ങൾ ശങ്കരാചാര്യ സ്വാമികളുടെ ജന്മഭൂമിയെ മറന്ന കൃതജ്ഞതയില്ലാത്ത മനുഷ്യരാണ് എന്ന് അദ്ദേഹം നാടൻ ഭാഷ പറഞ്ഞ് നന്ദിയില്ലാത്തവർക്കും. തീർച്ചയായിട്ടും ആ വാക്കുകളാണ് ആഗമാനന്ദ സ്വാമികളെ ശരിക്കും വേദനിപ്പിച്ചത്. ശങ്കരാചാര്യ സ്വാമികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, ഈ അദ്വൈത സന്ദേശത്തെ ഇന്ത്യയിലുടനീളം പ്രചരിപ്പിച്ചുകൊണ്ട് ഈ സനാതനധർമ്മത്തെ വീണ്ടെടുത്ത ശങ്കരാചാര്യ സ്വാമികളുടെ ജന്മസ്ഥലത്തെ എനിക്ക് വീണ്ടെടുക്കണം, അതെൻ്റെ ദൗത്യമാണ്, ജന്മദൗത്യമാണ് എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് അദ്ദേഹം വൈക്കം ക്ഷേത്രത്തിൽ നിന്നും കാലടിയിൽ എത്തിച്ചേരുകയുണ്ടായത്. ഞാൻ പറഞ്ഞില്ല, അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് അദ്ദേഹം ചെറിയ തോതിൽ ശ്രീരാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിക്കുകയുണ്ടായത്. അതോടുകൂടി ആളുകളുമായിട്ടൊരു സമ്പർക്കം ഉറപ്പാക്കാനായി. അപ്പോഴും ആഗമാനന്ദ സ്വാമികൾക്ക് എതിർപ്പ് മാത്രമേ ഉള്ളൂ. കാരണം അയിത്തത്തെ അംഗീകരിക്കാത്ത ഒരു ബ്രാഹ്മണ സന്യാസി എന്നാണ് ആളുകൾ വിളിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട ആളുകൾ പോലും അദ്ദേഹത്തെ എതിരാളിയായി കണ്ടു. മിഷണറിമാർ, ഈ പ്രവർത്തനങ്ങളെ എതിർത്തിരുന്ന മിഷണറിമാർ മറുവശത്ത്. ഇനി ഈ ഭൂമി വികസിച്ച് വലിയൊരു ആശ്രമമായി തീർന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്ഥലം നഷ്ടപ്പെടുമോ എന്ന് വിചാരിച്ചു കൊണ്ടിരുന്ന വേറെ കുറേ ആളുകൾ, സ്ഥലവാസികൾ. അതെ. അപ്പം അങ്ങനെ വന്നപ്പോൾ എല്ലാവരും എതിർക്കാനുള്ളവരെ ഉണ്ടായിരുന്നു, എതിർപ്പ് മാത്രം ഉണ്ടായിരുന്നു. മാത്രമല്ല, സമ്പത്ത് എന്നുള്ള നിലയിൽ ഒന്നുമില്ല. കേരളത്തിലെ ദാനശീലം എന്താണെന്ന് ഇപ്പോഴും നമുക്കറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് എന്തായിരുന്നു എന്നുള്ളത് ഊഹിക്കാൻ സാധിക്കും. സമ്പത്തുള്ളവരെല്ലാം എതിർക്കുന്നു പോയി. തീർച്ചയായിട്ടും. അപ്പോൾ ആ രീതിയിൽ നിന്നുകൊണ്ടാണ് സ്വാമിജി ആശ്രമം സ്ഥാപിച്ചത്. സാധാരണ, പ്രത്യേകിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അഭയം കൊടുക്കുകയുണ്ടായി. അതോടുകൂടി എതിർപ്പ് അങ്ങേയറ്റത്തെത്തി. മാത്രമല്ല, അവിടെ അവരെ പഠിപ്പിക്കാനുള്ള സൗകര്യം, ഹോസ്റ്റൽ സ്വാമിജി സ്ഥാപിക്കുകയുണ്ടായി. അവർക്ക് തുടർ വിദ്യാഭ്യാസം നേടാനുള്ള ഒരു സ്ഥാപനമാണ് സ്വാമിജി അടുത്തതായി ചിന്തിച്ചത്. അതിനുവേണ്ടിയാണ് ശങ്കര കോളേജ് സ്ഥാപിക്കുകയുണ്ടായത്. ആ സമയത്ത് സ്വാമിജിയുടെ മനസ്സിൽ ഒറ്റ പേരേ ഉണ്ടായിരുന്നുള്ളൂ, ശങ്കരാചാര്യ സ്വാമികളുടെ പേരിൽ ഒരു കലാലയം. അന്ന് കേരളത്തിൽ തന്നെ കോളേജുകൾ നാമമാത്രമായിരുന്നു. ആ സമയത്താണ് ശങ്കരാചാര്യ സ്വാമികളുടെ പേരിൽ ഒരു കോളേജ് സ്ഥാപിച്ചത്. അതിനു മുമ്പ് തന്നെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന രാജേന്ദ്ര പ്രസാദ് ആശ്രമത്തിൽ വന്ന സമയത്ത് സ്വാമിജി ആവശ്യപ്പെട്ട പ്രകാരം ഔദ്യോഗിക രീതികളൊക്കെ മറന്നുകൊണ്ട് രാജേന്ദ്ര പ്രസാദിന് അവിടെ ഒരു പാലം നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു അനുമതി നൽകേണ്ടി വന്നു. അങ്ങനെയാണ് ഇന്ന് കാണുന്ന കാലടി പാലം, ശങ്കര പാലം അവിടെ രൂപപ്പെട്ടു വന്നത് എന്നുകൂടി ഓർക്കണം. അപ്പോൾ പാലമായി, പിന്നീട് കോളേജായി. കോളേജ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് തക്ഷശില പോലെ വലിയൊരു സ്ഥാപനമായി മാറണം അത് എന്നുള്ള ഒരു ചിന്തയാണ് ഉണ്ടായിരുന്നത്. അതായത് അന്നത്തെ കാലത്തെ വലിയ യൂണിവേഴ്സിറ്റി ആയിരുന്നല്ലോ ഇന്ത്യയിലുണ്ടായിരുന്ന യൂണിവേഴ്സിറ്റി ആയിരുന്നല്ലോ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി.
ആ രീതിയിൽ അറിവ് തേടി കാലടിയിലേക്ക് എല്ലാ കുട്ടികളും എത്തണം. ശങ്കരാചാര്യ സ്വാമികളുടെ ജന്മസ്ഥലത്തെ കേന്ദ്രമാക്കിക്കൊണ്ട് വലിയൊരു പുനരുദ്ധാരണം ഈ നാട്ടിൽ നടക്കണം എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വപ്നമായിരുന്നു. അതാണ് ഇത്രയും വലിയൊരു കോളേജായിട്ട് രൂപപ്പെടുത്തിയെടുത്തത്. മാത്രമല്ല ആ കോളേജിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ നോക്കിയാൽ മനസ്സിലാകും, വലിയൊരു ഏരിയയിലാണ് അത് നിലനിൽക്കുന്നത്. അപ്പോൾ സ്വാമിജിയുടെ മനസ്സിലുണ്ടായിരുന്നത് ഒരു യൂണിവേഴ്സിറ്റിയാണ്. ആ യൂണിവേഴ്സിറ്റിയാണ് പിന്നീട് അങ്ങനെ നമ്മൾ പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പോൾ ഇതൊരു യൂണിവേഴ്സിറ്റിയായി രൂപപ്പെടുത്തിയെടുക്കാൻ സ്വാമിജി വളരെയധികം ആഗ്രഹിച്ചിരുന്നു. ആ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഇന്ന് കാലടിയിലെ ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയായിട്ട്, സർവകലാശാലയായിട്ട് മാറിയിരിക്കുന്നു. അതിൻ്റെ പോക്ക്, പ്രത്യേകിച്ചും അത് സംസ്കൃത പ്രചരണത്തിനാണോ, അത് ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ പൊതുസമൂഹത്തിന് ഒരു തുറന്ന പുസ്തകമാണ്. ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് അവിടെ നിന്ന് വരുന്ന ന്യൂസുകളൊക്കെ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്നതാണ്. കാരണം അവിടെ രാത്രികാലങ്ങളിൽ മുഴുവൻ പ്രവർത്തിക്കുന്നു. അത് പ്രവർത്തിക്കുന്നത് വിദ്യാഭ്യാസ കാര്യത്തിന് വേണ്ടിയിട്ടല്ല, മയക്കുമരുന്നിൻ്റെയൊക്കെ ഒരു കേന്ദ്രമായി മാറിയിരിക്കുന്നു എന്ന് ഭരണ വിഭാഗത്തിൽപ്പെട്ടവർ തന്നെ വിഷമിക്കുന്നു പറഞ്ഞുകൊണ്ട്. എന്തായാലും അതിനെ രൂപം കൊടുത്ത വ്യക്തിയുടെ സങ്കല്പം വളരെ ഉന്നതമായിരുന്നു എന്നതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ആ ഒരു സങ്കല്പത്തിലേക്ക് ഉയരുമെന്ന് വിചാരിക്കാം. പോസിറ്റീവായിട്ടൊന്ന് ചിന്തിക്കും. അത് കാരണം ശങ്കരാചാര്യസ്വാമികളുടെ പേരിലാണ് അത് സ്ഥാപിച്ചിരിക്കുന്നത്. അതിന് കാരണം എന്താണ്? അങ്ങനൊരു സ്ഥാപനം രൂപപ്പെട്ട് വരാനുള്ള സാഹചര്യം എങ്ങനെയുണ്ടായി, അതിന് പിന്നിൽ ആഗമാനന്ദ സ്വാമികൾ എന്തൊക്കെ ലക്ഷ്യങ്ങളാണ് വെച്ചിരുന്നത് എന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് ഭാവിയിൽ സ്ഥാപനങ്ങൾ കടന്നു വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അദ്ദേഹത്തിൻ്റെ പേരിൽ രൂപപ്പെട്ടു വന്ന, അദ്ദേഹം രൂപപ്പെടുത്തിയ പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയം ഒന്നുമില്ല.